എല്ലാ അമൃത ടി വി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. നമ്മളിപ്പോൾ മാവേലിക്കരയിലാണ്. ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിലേക്കാണ് ഞാനിന്ന് ഇടിച്ചു കയറാൻ പോകുന്നത് ഈസ്റ്റർ ആഘോഷിക്കാൻ. ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. ഞാൻ നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റി ആരാണെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരിക്കും. മറ്റാരുമല്ല, മജീഷ്യൻ സാമ്രാജ്. ഞാൻ ഈ വീട് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പല പ്രാവശ്യം ഞാനിവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. മേരി ചേച്ചി ഉണ്ടാക്കി തരുന്ന ആഹാരത്തിൻ്റെ രുചി ഇപ്പോഴും നാവിൻ്റെ തുമ്പത്തുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ട്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ചാണ് അടിച്ചു പൊളിക്കാൻ പോകുന്നത്. റെഡി? നമ്മളെല്ലാവരും ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കാൻ പോകുന്നത് ഇവിടെയാണ്. ഈസ്റ്ററിന് പ്രോഗ്രാം ഇല്ലാത്ത നമ്മുടെ ഭാഗ്യം സാർ. തീർച്ചയായിട്ടും അത് ഈസ്റ്ററിന് ഈ ലോകത്ത് എവിടാണെന്ന് പറഞ്ഞാലും ഈസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ കാണും. കാരണം ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ട്രൂപ്പ് അംഗങ്ങളോടൊപ്പമായിരിക്കും ഞങ്ങളുടെ ഈസ്റ്റർ ആഘോഷം. അത് നിർബന്ധമാണ്. മാക്സിമം അത് ശ്രമിച്ചിരിക്കും. അപ്പൊ ഇപ്രാവശ്യത്തെ ഈസ്റ്ററിന് ഞാനിവിടെ ഉണ്ട്. അതൊരു പ്രത്യേകതയാണ്. ഇനി ഞാൻ പ്രേക്ഷകരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ വീട്ടിൽ 2 മജീഷ്യന്മാരാണ്. ഒന്ന് സാമ്രാജ്, ഇദ്ദേഹം സ്റ്റേജിലെ മജീഷ്യനാണ്. ഇത് അടുക്കളയിലെ മജീഷ്യൻ. കാരണം ഞാൻ പലതവണ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞോണ്ടാ ഇങ്ങോട്ട് വന്നത്. അതിന്റെ രുചി ഇതുവരെ ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് കുക്കിംഗ്. പക്ഷെ ഒന്നും സമയം കിട്ടുന്നില്ല. ഷോ മിക്കവാറും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ മാജിക് ഷോയ്ക്ക് പോകുമ്പോഴത്തേക്ക് പല രാജ്യങ്ങളും പല സംസ്ഥാനങ്ങളിലും ഒക്കെ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യാറുണ്ടോ, അതോ നാടൻ സാധനം? എനിക്ക് ഫുഡ് ബേസിക്കലി എപ്പം അതറിയാമല്ലോ, ശരീരം തന്നെ കണ്ടറിയാമല്ലോ, നല്ല എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ കേരളത്തിലാണ് കേരളത്തിലെ ഫുഡ്. നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അവിടുത്തെ ഫുഡ് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എന്നാലും എവിടെ പോയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇദ്ദേഹം പരീക്ഷിക്കാറുണ്ട്. അപ്പൊ ഞാനൊരു പരീക്ഷണ വസ്തു പോലാണ്. റെസിപ്പി അവിടെ ചോദിച്ച് മനസ്സിലാക്കാം. കണ്ട് മനസ്സിലാക്കും. പിന്നെ കൂടുതൽ അറിയണമെന്ന് ഞാൻ ചോദിച്ചു മനസ്സിലാക്കും. പിന്നെ അത് കൂടാതെ പിന്നെ വീട്ടിൽ വന്ന ഒരു പരീക്ഷണം, അതിന്റെ പരീക്ഷണങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു പരീക്ഷണമാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ, ഭയപ്പെടേണ്ട കാര്യമില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. രൂപങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും നമുക്കൊന്ന് പരീക്ഷിച്ച് കളയാം. നമ്മുടെ ഗോതയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് ചേർന്ന് നമ്മുടെ ട്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫാമിംഗ് ആണ് ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത്. ഈ ഡിഷിനെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവും. സാധാരണ നമ്മൾ ബീഫ് ഉലർത്തിയത് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ഒരു സാധനം, അതുപോലെ ഒരു മസാല ഉണ്ടാക്കി ഉള്ളിൽ വെച്ച് ഒരു അട പോലെയാണ് അല്ലേ, ഒരു നോൺ വെജ് അടയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ്. ഇത് എങ്ങനെയാണ്, ഇത് പരീക്ഷണമാണെന്ന് പറഞ്ഞു, ഇത് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? സത്യം പറയണം. നോർത്ത് ഇന്ത്യൻ ട്രിപ്പിനൊക്കെ പോകുമ്പോഴേ പല ഭാഗങ്ങളിൽ ഓരോ സ്ഥലത്ത് ഓരോ വെറൈറ്റി ഫുഡുകൾ കാണും. അപ്പൊ എനിക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന കാര്യം ഞാനത് പഠിച്ചിരിക്കും. അങ്ങനെ മാറ്റം. ഇത് എവിടെ നിന്ന് പഠിച്ച? ഇത് ഹൈദരാബാദിലെയാണ്. ഇത് ഹൈദരാബാദി ഒരു ഡിഷാണ്. പക്ഷെ അതിന്റെ രുചി തന്നെയാണോ ഇപ്പോഴും കിട്ടുന്നത്? അല്ലല്ല, ഇത് നമ്മൾ വന്നിട്ട് ഞാനത് കേരളീയ ഒരു സ്റ്റൈലാക്കി മലയാളീകരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡിഷ് ഒരു ഇന്നോവേറ്റീവ് ഡിഷാണ്. ഹൈദരാബാദിൽ നിന്ന് മുമ്പ് എപ്പോഴോ നോർത്ത് ഇന്ത്യൻ പര്യടനം നടത്തുന്ന സമയത്ത് ഹൈദരാബാദിൽ നിന്ന് കഴിച്ച ഒരു സാധനം അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് മലയാളീകരിക്കും. തീർച്ചയായും. അപ്പൊ ആ പരീക്ഷണമാണ് നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ആദ്യമേ അതിൻ്റെ അടയുണ്ടാക്കണം. അടയുണ്ടാക്കാനായിട്ടുള്ള രീതി എന്ന് പറയുന്നത്, വറുത്ത അരിപ്പൊടി എടുത്തിട്ട് ചൂടുവെള്ളവും ഉപ്പും ചേർത്തിട്ട് കുഴച്ച്, അല്ല നമ്മൾ സാധാരണ ഇടിയപ്പം അല്ലെങ്കിൽ കൊഴുക്കട്ട ഈ വകകൾ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന മാവ് വറുത്തെടുക്കുക. അത് വറുത്തെടുത്തിട്ട് ഉപ്പും വെള്ളവും, ചൂടുവെള്ളമായിരിക്കണം, ചൂടുവെള്ളവും ഉപ്പും കലർത്തി ഇത് കുഴയ്ക്കണം. കുഴയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞ ഈ ഇടിയപ്പത്തിൻ്റെ അല്ലെ കൊഴുക്കട്ടയുടെ ആ രൂപത്തിലുള്ള തിക്കായിട്ട്. അപ്പോൾ അതങ്ങനെ നമ്മൾ എടുത്തിട്ട് നല്ല മാർദ്ദവമായിട്ട് കുഴയ്ക്കണം. കുഴച്ച് ഓരോ ഉരുള എടുത്തിട്ട് ഉരുളയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഈ പരുവത്തിനാണ്. അതാണ് ഇത്രയും തിക്കായിട്ടുള്ള പരുവത്തിനാണ് എടുക്കേണ്ടത്. ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ
എനിക്ക് തോന്നുന്നു ഇടിയപ്പത്തിന് ഇച്ചിരി കൂടെ ലൂസ് ആവും കൊഴുക്കട്ട ഇടിയപ്പം ഒക്കെ ഇതിന്റെ ആ ലൂസ് ഉണ്ട്. കറക്റ്റ് ആണ് അത്. ഓക്കെ. ഉണ്ട്. അപ്പോൾ ഈ പരുവത്തിനാണ് മാവ് എടുക്കേണ്ടത്. ഇതിനകത്ത് ഇപ്പോൾ ഉപ്പും അരിമാവും പിന്നെ ചൂടുവെള്ളം കുഴിച്ച് ഇല അടയ്ക്കകത്തിൽ നമ്മൾ തേങ്ങാപ്പീരയും പഞ്ചസാരയും വെക്കുന്നതിന് പകരം ഇതിനകത്ത് ബീഫിന്റെ അടയാണ്. ബീഫ് ഫില്ലിങ് വെക്കുന്നു. ഒന്നുകിൽ ഇതിനെ ബീഫ് പൊള്ളിച്ചതെന്നോ അല്ലെങ്കിൽ ബീഫ് അടയെന്ന് വേണമെങ്കിൽ പറയാം. അടയുടെ ഷേപ്പിലാണോ അതോ വേറെ ഷേപ്പാണോ? അട പോലെ തന്നെ, എന്നാലും ആ ഇല ഇങ്ങനെ പ്രത്യേക രീതിയിലാണ് മടക്കുന്നത്. ആ മടക്കിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മുടെ അട പോലെ തന്നെ ഒരു നോൺ വെജ് അടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫ് അട എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബീഫ് പൊള്ളിച്ചെന്ന് പറയാം. എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം, പക്ഷെ ഉഗ്രൻ ടേസ്റ്റ് ആണെന്ന് പറയുന്നു. അപ്പോൾ തുടങ്ങാം നമുക്ക്. ഇനി ഇതിന്റെ ഫില്ലിംഗ് എന്താണ്? ഇതിന്റെ ഫില്ലിങ്ങിന് വേണ്ടി നമ്മൾ ഇവിടെ ഇപ്പൊ ഈ വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ബീഫ് ബോയിൽ ചെയ്തിരിക്കുന്നതാണ്. മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക്. ഓ, മഞ്ഞപ്പൊടി, ഉപ്പും കുരുമുളകും ചേർത്ത് പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഇത് ഇപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിൽ ഇട്ടാണ് വേവിക്കുന്നതെങ്കിൽ എത്ര വിസിൽ കേൾക്കുന്നവരെ വേവിക്കണം? 2 പ്രാവശ്യം വിസിൽ, എന്നിട്ട് ബോയിൽ ചെയ്താൽ മതി. അപ്പോൾ ബീഫ് എടുത്തിട്ട് ചെറുതായിട്ട് അരിയണം. ഇത് വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. വളരെ ചെറുതായിട്ട് അരിയണം, ചെറിയ ചെറിയ പീസുകളായിട്ട് അരിയണം. നമ്മൾ ചില്ലിക്ക് അരിയുന്നതിനേക്കാളും കുറച്ചുകൂടെ ചെറുതായിട്ട് അരിയണം. അതിനകത്ത് ഉപ്പ്, കുരുമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 2 വിസിൽ കേൾക്കുന്നവരെ പ്രഷർ കുക്കറിനകത്ത് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഈസ്റ്ററിന് ഉണ്ടാക്കുകയാണെങ്കിൽ ബീഫ് അതുകൊണ്ടാണ് ഇത് എളുപ്പമാകുന്നത്. ഈ ദിവസം നമുക്ക് ഏറ്റവും എളുപ്പമാണ്. ബീഫ് ഉണ്ടാകും, ഓൾറെഡി ബീഫ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ ഈ അട ഉണ്ടാക്കിയാൽ മാത്രം മതി. അതിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ റെഡി. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് എളുപ്പമായി. എന്തായാലും ഈസ്റ്റർ ദിവസങ്ങളിൽ ബീഫ് ഉണ്ടാവും, അല്ലെങ്കിൽ ബീഫ് മസാലയോ ബീഫ് എലർത്തിയതോ ഉണ്ടാവും. അത് വെച്ചിട്ട് ഈ അടയും കൂടെ ഉണ്ടാക്കുന്ന പ്രയാസമേ ഉള്ളൂ. ഇതുപോലെ പൊള്ളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം മസാല ഉണ്ടാക്കുന്നു. അപ്പോൾ അതിനു വേണ്ടി നോക്കാം. സാധാരണ ഈ ട്രൂപ്പൊക്കെ പോകുന്ന സമയത്ത് ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? എല്ലാ കുട്ടികളും നമ്മളോടൊപ്പം, എല്ലാവരും, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെയാണ് സംഭവം. അത് നല്ല രസമാണ്. ഇപ്പോൾ ഹെൽപ്പർ ആവശ്യമുണ്ടോ? ഇപ്പം ഓക്കെ, അജി റെഡി ആണെങ്കിൽ ഓക്കെ. ചേച്ചി ഇപ്പോൾ ഹൈദരാബാദിൽ നിന്ന് കഴിച്ചു, ചേച്ചി ഉണ്ടാക്കിയും കഴിച്ചു. ഇതിന് ഏതിനാ ടേസ്റ്റ് കൂടുതൽ തോന്നിയത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാടൻ വിഭവങ്ങൾ ഇഷ്ടമാണെങ്കിലും കൂടുതൽ മറ്റുള്ള രാജ്യങ്ങളിലെ ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ അത് നമ്മൾ അത് ഒന്നുകൂടെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അത് കാരണം എനിക്ക് ആ ഫുഡ് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഈ ഫുഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അല്ലേ? ഇത് ഞാൻ അതിന്റെ രഹസ്യം എന്താന്ന് വെച്ചാൽ, എന്തായാലും ഹൈദരാബാദിൽ നിന്ന് കഴിച്ചാൽ ഈ തേങ്ങാക്കൊത്ത് ഇടാൻ വഴിയില്ല. ഇതൊക്കെ ചേച്ചിയുടെ അഡീഷനാ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബീഫ് ഉലർത്തിയത് തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന മസാല എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം 2 സ്പൂൺ എണ്ണ ഒഴിച്ചു. അത് എന്ത് എണ്ണ വേണമെങ്കിലും ആവാം. അതിലേക്ക് നമ്മൾ ആദ്യം ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത തേങ്ങ ഇട്ടു. അത് കുറച്ച് അധികം ഇട്ടു. അത് കടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തേങ്ങ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് കുറച്ച് അധികം ഇട്ടു. അതിനുശേഷം ഉള്ളി ഇട്ടു. അത് ഒരു ലൈറ്റ് റെഡ് കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ അതിൽ ഉള്ളി ഇട്ടു. ഇത്രയും നമ്മൾ ബീഫ് ഉള്ളൂ. ഇതിനുള്ളിൽ വെക്കാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് കുറച്ചേ ബീഫ് എടുത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 സവാള, പിന്നെ ഒരു 8 ചീരി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി ഇട്ടു, അല്പം ഉപ്പ് ഇട്ടു. ഇനി ഇത് വഴണ്ട് വരണം. ഇനി നമുക്ക് ടൊമാറ്റോ. ചെറുതിലെ തന്നെ കുക്കിംഗ് ഇഷ്ടമായിരുന്നു? എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു കുക്കിംഗ്. എങ്ങനെ പുതിയ പുതിയ വിഭവങ്ങൾ കണ്ടുപിടിക്കാം, അതാണ് എനിക്ക് ഇഷ്ടം കൂടുതൽ. സ്ഥിരമായിട്ടുള്ളതിനേക്കാളും കൂടുതൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ഹോം സയൻസ് ആയിരുന്നു. ഓ, അത് ശരി. ഹോം സയൻസ് പ്രീ കഴിഞ്ഞിട്ട് ഹോം സയൻസിന് പോയി. അല്ലേ, ഇതെല്ലാം ഉണ്ടാക്കി പരീക്ഷിക്കുന്ന സാറിനെയാണ്. ഇപ്പം കൈ കിട്ടിയേക്കുന്നതാണല്ലേ. ആദ്യം നമ്മൾ മല്ലിപ്പൊടി ഇട്ടു. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഗരം മസാല ഇട്ടു. ഗരം മസാലയും ഏകദേശം ഒരു 3/4 സ്പൂൺ ഗരം മസാല ഇട്ടു.
ഇങ്ങനെ മസാല ആക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഇവിടെ എല്ലാവരുടെയും വായിൽ കപ്പലോടി, എല്ലാവരുടെയും വായിൽ വലിയ കപ്പൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ട്, അത് സൗണ്ട് കേൾക്കാം അല്ലേ? ഇതിപ്പോൾ നമ്മുടെ ബീഫ് മസാലയുടെ പാർട്ട് റെഡി ആയിട്ടുണ്ട്. മസാല ഇത് സാധാരണ റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ ബീഫ് ഉലർത്തിയത് ഉണ്ടാക്കുന്ന പോലെ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മിക്കവാറും പേർക്ക് അറിയാവുന്നതാണ്. ഇനി അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇനി നമ്മൾ അട ഉണ്ടാക്കാൻ പോവാണ്. ഇതിപ്പോൾ ഹാഫ് ബോയിൽ ചെയ്ത ബീഫാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ട് ഇനി കുറച്ച് സമയം കൂടി, ഒരു 10-20 മിനിറ്റ്, ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഇനി വേവാനുള്ളൂ. ആ സമയത്ത് നമുക്ക് ഇനി അട ഉണ്ടാക്കാം. ഇതിന് കറക്റ്റ് അളവിന് വെച്ചേക്കാണ് അല്ലേ? കറക്റ്റ് അളവിന്. അപ്പോൾ ഈ സൈസിലെ മാവാണ് നമ്മൾ അടയ്ക്ക് വേണ്ടിയിട്ട്. അത് വളരെ നേർമയിൽ പരത്തിയെടുക്കണം. അതെ, അത് നമ്മൾ ഈ കൈ എന്താ ഇങ്ങനെ ഇതിൽ സ്വല്പം എണ്ണ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ തേച്ച് പെട്ടെന്ന് കഴിഞ്ഞാൽ ഇളകി വരാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പരത്താനുള്ള എളുപ്പത്തിനാണ്. ഒന്നുകിൽ എണ്ണ അല്ലെങ്കിൽ വെള്ളം. അല്ല, കയ്യിൽ വെള്ളം തൊടുന്നു. ആദ്യമേ ഇലയിൽ സ്വല്പം എണ്ണ തൂത്ത് വെച്ചിരുന്നാൽ എളുപ്പം വേഗം അത് ഇളകി വരും. ഓക്കെ. നമ്മുടെ ബീഫ് മസാലയുടെയൊക്കെ നല്ല മണം വരാൻ തുടങ്ങി. ഏകദേശം ആയിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഈ അട എന്ന് പറഞ്ഞാൽ അരിമാവ് പരത്തി എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ബീഫ് മസാല റെഡിയായി റെഡിയായെന്ന് നോക്കട്ടെ. ഈ ആവി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ചുറ്റാകെ ഈ ഏരിയ മുഴുവൻ മണം പരത്തിക്കൊണ്ട് ഇങ്ങനെ ബീഫ് കയ്യിൽ വെച്ച് ആർക്കായാലും കഴിച്ചു നോക്കാൻ തോന്നും. കഴിച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ. ഇതാണ് അതിന്റെ ഷേപ്പ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പടക്കം പോലെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ രുചി അതുപോലെ തന്നെ അല്ലേ? ഒരു പടക്കമായിരുന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഷേപ്പിൽ. സാധാരണ ഞാൻ അടയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടുള്ള അടയായിരിക്കും. അതല്ല, ഒരു ഇത് എന്താണ്, ത്രികോണത്തിന്റെ ഷേപ്പിലാണുള്ളത്. ട്രയാങ്കിൾ ഷേപ്പാണ്. അപ്പോൾ ഇനി ഇത് പൊള്ളിച്ചെടുക്കണം. സാധാരണ മീനൊക്കെ പൊള്ളിച്ചെടുക്കുന്ന പോലെ ഒരു തവയ്ക്കകത്ത് വെച്ച് പൊള്ളിച്ചെടുക്കണം. നമ്മുടെ ബീഫ് അട റെഡിയാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കുടഞ്ഞു. അതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ അടച്ച് വെക്കുമ്പോഴത്തേക്ക് ആവിയിൽ വെന്ത് വരാനായിട്ടാണ്. എന്തായാലും ഒരു 3-4 മിനിറ്റ് എടുക്കും. 5 മിനിറ്റ് ആയപ്പോൾ തന്നെ എല്ലാവരുടെയും കപ്പലൊക്കെ ഏകദേശം പെട്രോൾ തീർന്ന് സ്റ്റോപ്പ് ആവാറായി തോന്നല്ലേ? കാരണം ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ നല്ല മണമാണ്. അട ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മണമുണ്ട്, പിന്നെ നമ്മുടെ ബീഫ് മസാലയുടെയൊക്കെ മണവും വരുന്നുണ്ട്. അത് മാത്രമല്ല, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ ബീഫ് മസാല ഉണ്ടാക്കുക, അട ഉണ്ടാക്കുക, അതൊരു പ്രത്യേക ഷേപ്പിൽ ഒരു പടക്കം പോലെ പൊതിയുക. ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. പടക്കം പോലെ പൊതിയുക, ഇതിനകത്തോട്ട് വെക്കുക. എന്നിട്ട് 2 സൈഡും മാറ്റിയിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ തവ ഇല്ലെങ്കിലും പ്രശ്നമില്ല. ദോശക്കല്ലാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരന്ന പാത്രമാണ്. ഇപ്പം നമ്മൾക്ക് ഈ ട്രൂപ്പിന്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടെല്ലാം വലുപ്പമുള്ള പാത്രങ്ങൾ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ദോശക്കല്ല് മാത്രമേ ഉള്ളെങ്കിൽ ദോശക്കല്ലുണ്ടാക്കാം. നമ്മുടെ മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിലുണ്ടാക്കാം. ഓട്ടട ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അതിലും ഉണ്ടാക്കാം. ഒന്നും നിർബന്ധമില്ല. പിന്നെ ഈ ഷേപ്പിൽ തന്നെ മടക്കണമെന്നില്ല, അല്ലാതെ സാധാ അട ഉണ്ടാക്കുന്ന പോലെ ഹൈദരാബാദിലെ ആ ഒരു സ്റ്റൈല് കുറച്ച് ഭാഗം അത് നിൽക്കുന്നു. മലയാളി രുചി നമ്മുടെ മലയാളികളുടെ. ഇതാണ് അതിന്റെ ഷേപ്പ് അല്ലേ? നമ്മൾ ഗുസ്തി പിടിച്ചൊരു സൈഡൊക്കെ പൊട്ടിപ്പോയി. എന്നൊരു സാരമല്ല. ഇതിന്റെ മണം എങ്ങനെയുണ്ട്? സൂപ്പർ മണം. എല്ലാരും ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുകയാണ്, കാരണം മാക്സിമം കൺട്രോളിലാണ്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെടിക്കെട്ട് ടേസ്റ്റാണോ? ഇന്ന് തന്നെ ഈസ്റ്ററാണ്, സാരമല്ല, വൈകുന്നേരം എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കി നോക്കുക. അരിപ്പൊടി ഉണ്ടാവുന്ന സാധനം തന്നെയാണ്. ബീഫ് മസാല ഇപ്പം ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ വൈകുന്നേരം ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ഉണ്ടാക്കി വെക്കാം. സൂപ്പർ. അങ്ങോട്ട് കൊടുത്തതേ ഉള്ളൂ, തീർന്നു. ഇത് സാമ്പിൾ മേടിക്കട്ടെ, തൃശ്ശൂർ പൂരകത്ത്. ഞാനിങ്ങനെ നോക്കി ടെൻഷനായിരിക്കുകയായിരുന്നു, കാരണം മാക്സിമം എങ്ങനെ കവർ ചെയ്യാമെന്ന്.
ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വിശപ്പ് കൂടി. എന്തായാലും എല്ലാ സാധനങ്ങളും റെഡിയാണ്. ഇനി ജനം പ്രതീക്ഷിക്കുന്നത്, ഞാൻ മജീഷ്യൻ സാമ്രാജ്യന്റെ വീട്ടിലേക്കാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ ജനം പ്രതീക്ഷിക്കുന്ന ഒരു മാജിക്, ഇതാണ് സമയം അല്ലേ, ഒരു മാജിക്. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹത്തെ മനസ്സൊരു മാജിക്. ഓക്കെ, ഒരു കാര്യം കുട്ടികളെ, ഒരു സ്റ്റീൽ പാത്രം, ഓക്കെ, അതിനടപ്പ്, പിന്നെ ഒരു റെഡ് സിൽക്കും കൊണ്ടുവരും. കലേഷും എന്നെ ഒന്ന് സഹായിക്കണം, മനസ്സിലായേ? അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇത് റെഡിയല്ലേ? ഓൾ റൈറ്റ്. സ്റ്റീൽ പ്ലേറ്റ്, അടപ്പാണ് അല്ലേ? ഇത് ഇങ്ങനെ വെക്കുന്നു. ഇനി കലേഷിന്റെ ഭാഗമാണ്. കലേഷ് അതിന്റെ മുകളിൽ ഇങ്ങനെ ആ സിൽക്ക് അങ്ങോട്ട് ഇടുക. ഓൾ റൈറ്റ്, കിട്ടല്ലോ. Okay. Yes. Okay. Ready? 1, 2, and 3. Yes. Yay! മജീഷ്യൻസിനെ സൂക്ഷിക്കണമെന്നാണ്, ഇത് ഒറിജിനൽ ആണല്ലോ. ഇതാണ് ഇന്നത്തെ എൻ്റെ ഈസ്റ്റർ സ്പെഷ്യൽ. ഓക്കെ, എല്ലാവർക്കും കറക്റ്റ് ആയിരുന്നു. പരിപാടികൾ ആരംഭിക്കുകയാണ്. അതിനു മുമ്പായിട്ട് വിഭവസമൃദ്ധമായ ഒരു സദ്യ നമുക്ക് തന്നതിന് സാമ്രാജ് സാറിനോടും മേരി ചേച്ചിയോടും ഹൃദയം നിറഞ്ഞ നന്ദി. ഒപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു തട്ടുപൊളിപ്പൻ ഡിഷും കിട്ടി, ബീഫ് അട അല്ലേ? അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിൽ സാർ നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ സമയം ഇല്ല, അതിന് കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും സാമ്രാജിന്റെയും അതുപോലെ ട്രൂപ്പ് അംഗങ്ങളുടെയും ഒരു അടിപൊളി ഈസ്റ്റർ ആശംസകൾ, ഒപ്പം ഒരു സമ്മാനവും. Just 1, 2, 3, 4.